നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ വിതരണം ചെയ്യേണ്ട വിവിധ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഇനി പുനഃസ്ഥാപിക്കുകയാണ്. നിലവിൽ നമുക്ക് ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ക്ഷേമ പെൻഷന്റെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ വിതരണം ആരംഭിക്കുന്നത്. മെയ് മാസ പെൻഷൻ വിതരണം അവസാന ആഴ്ചയിൽ 25-ാം തീയതി തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക. 2000 രൂപ വീതമുള്ള പ്രതിമാസ പെൻഷൻ സഹായം. അതിൽ നമുക്ക് മെയ് മാസത്തെ ഗഡുവാണ് ലഭിക്കാനുള്ളത്. ബാക്കി എല്ലാ ഗഡുക്കളും വിതരണം നടത്തിയിട്ടുള്ളതാണ്. ഇലക്ഷൻ പശ്ചാത്തലങ്ങളിലും അതോടൊപ്പം തന്നെ ഈസ്റ്റർ വിഷുവൊക്കെ പ്രമാണിച്ചും ഏപ്രിൽ മാസം നമുക്ക് ലഭിക്കേണ്ട വിഹിതം അത് മുൻകൂറായിട്ട് തന്നെ സർക്കാർ നൽകുകയും ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് പെൻഷൻ ലഭിച്ചിട്ട് നീണ്ട നാളുകളായി എന്നൊരു തോന്നൽ വരുന്നത്. ഒരു മാസത്തെ ഒരു ഇടവേള ഇപ്പോൾ പിന്നിടുകയും ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ പെൻഷൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും വിതരണത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മേൽനോട്ടങ്ങളും എല്ലാം പുതിയ സർക്കാരായിരിക്കും വഹിക്കുക. അതുമാത്രമല്ല, സംസ്ഥാനത്തെ പെൻഷൻ ലഭിക്കുന്നവർക്ക് 3000 രൂപ പെൻഷനായിട്ട് വർദ്ധിപ്പിക്കുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി പുതിയ സർക്കാർ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും മന്ത്രിസഭ തീരുമാനങ്ങൾ വരുന്ന ആഴ്ചയോടെ കൈക്കൊണ്ടേക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആനുകൂല്യങ്ങളിൽ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും മാസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇനി ഇത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മുൻ സർക്കാരിൻ്റെ സമയത്ത് ലഭിച്ച കുറച്ച് ഇളവുകൾ കൂടിയുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത 2.5 ലക്ഷം പേരാണ് നമ്മളുടെ സംസ്ഥാനത്തുള്ളത്. അത് വാർദ്ധക്യകാല പെൻഷൻ സ്കീം, വിധവാ പെൻഷന്, അവിവാഹിത പെൻഷന്, ഭിന്നശേഷി പെൻഷന്, ഇങ്ങനെ ആനുകൂല്യം വാങ്ങുന്നവരിൽ 2.5 ലക്ഷം പേര് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എന്ന അറിയിപ്പ് വന്നിരുന്നു. മുൻപ് തന്നെ അറിയിപ്പ് വന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ ഡിസംബർ മാസമായിരുന്നു ഇതിൻ്റെ അവസാന തീയതി. എന്നാൽ സർക്കാർ അത് ദീർഘിപ്പിക്കുകയാണ് ചെയ്തത്. 2026 ജൂൺ മാസം 30-ാം തീയതി വരെ സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെ ഇതുവരെയായിട്ട് പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്ന വ്യക്തികളിൽ ആരെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ഒരിക്കൽ പോലും ഏൽപ്പിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ളവരാണ് ഇത് ഏൽപ്പിക്കേണ്ടത്. അങ്ങനെയുള്ളവരുടെ എണ്ണമാണ് 2.5 ലക്ഷം. നിലവിൽ നമുക്കറിയാം 62 ലക്ഷത്തിന് മുകളിൽ ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. അതിൽ 2.5 ലക്ഷം പേര് പുറത്താകുമെന്നർത്ഥം. വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിച്ചില്ല എങ്കിൽ നമ്മളുടെ പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന നിലയിലേക്ക് മാറ്റും. അത് മാത്രമല്ല, നമുക്കറിയാം വരുമാന സർട്ടിഫിക്കറ്റിൽ ഇപ്പോൾ 1 ലക്ഷമോ അതിന് മുകളിലോ വാർഷിക വരുമാനം കാണിക്കുന്നവർ പെൻഷൻ പദ്ധതിയിൽ തുടരാൻ യോഗ്യതയുള്ളവരല്ല. അവർ പുറത്താക്കപ്പെടുക തന്നെ വേണം. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കാനുള്ളവർ ആ കാര്യങ്ങൾ ഏൽപ്പിക്കുക. ഇനി നമ്മളുടെ മുന്നിൽ ഒരു മാസം കൂടി മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അത് മാത്രമല്ല, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, പ്രവാസി ക്ഷേമനിധി ബോർഡ്, ഇങ്ങനെ ചില ബോർഡുകളിൽ ഇപ്പോൾ ഇടയ്ക്കൊക്കെ കുടിശ്ശിക വരുന്നുണ്ട്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിലാണെങ്കിൽ വലിയൊരു കുടിശ്ശിക തന്നെ ഇനി തീർക്കാനുണ്ട്. ഇതിലുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് പുതിയ സർക്കാരാണ്. നിലവിൽ കഴിഞ്ഞ സർക്കാർ ഭരണകാലയളവ് അവസാനിക്കും മുൻപ് തന്നെ പ്രത്യേകിച്ച് 5 മാസത്തെ പെൻഷനൊക്കെ ഒരുമിച്ച് വിതരണം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. 8000 രൂപയുള്ള സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ മുഴുവൻ തുകയും നൽകുന്നതിന് വേണ്ടി പ്രത്യേക വായ്പ എടുക്കുമെന്നായിരുന്നു മുൻപ് സർക്കാർ അറിയിച്ചിരുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ ഇനി തീരുമാനങ്ങൾ വരേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ പുതിയ സർക്കാരായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കാനുള്ളവർ അത്തരം കാര്യങ്ങൾ അത്രയും വേഗം പൂർത്തിയാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.